ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് വെച്ചാൽ നമ്മളൊരു ഹൗസ് ബോട്ടിൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഉച്ചയ്ക്ക് കയറിയിട്ട് നമ്മൾ രാവിലെ ഒരു 10 മണിയായപ്പോൾ ഇറങ്ങി. നമുക്കിവിടുന്ന് അധികം ദൂരമില്ല. അപ്പോൾ ഒരു 11:30 ആകുമ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിൽ കയറിയിട്ട് പിന്നെ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പം ഇറങ്ങണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ടൈമിംഗ് ബുക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ നൈറ്റ് ഹൗസ് ബോട്ടിലല്ല. അപ്പോൾ നമ്മൾ കാറ് അവിടെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഹൗസ് ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു റൂം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അത് പറഞ്ഞ് എടുപ്പിക്കുന്നതാണ് കേട്ടോ. വേണ്ടെന്നുണ്ടെങ്കിൽ അതല്ലാത്ത പാക്കേജും ഉണ്ട്. നമുക്ക് അല്ലാതെ ഫ്രണ്ടിൽ മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ റൂം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബോട്ടിൽ കയറിയിട്ട് കുറേ നേരം കഴിഞ്ഞാട്ടോ ബോട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ആദ്യമേ അവരെന്തോ എനിക്കൊന്ന് വെൽക്കം ഡ്രിങ്കായിട്ട് ലെമൺ ജ്യൂസ് തന്നു. പിന്നെ നമ്മൾ സ്നാക്കൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. കാരണം കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. മെയിൻ കോഴ്സായിട്ട് ഉച്ചയ്ക്ക് ലഞ്ചേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കൊന്നും വേറെ ഇല്ല കേട്ടോ. പിന്നെ 4 മണിക്ക് എന്തോ ഉണ്ട്. ഇതൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് അകത്തിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ റൂമിലിരുന്ന് നമുക്ക് കാണുന്നത് വേറൊരു ഹൗസ് ബോട്ട് അപ്പുറത്ത് കിടപ്പുണ്ട്. അതും സ്റ്റാർട്ടാക്കിയിട്ടില്ല. ഇപ്പം നമ്മുടെ ഹൗസ് ബോട്ട് സ്റ്റാർട്ടാക്കി. അപ്പം ഞാൻ ചുമ്മാ റീലെന്നുള്ള രീതിയിൽ എടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ വേമ്പനാട്ട് കായലിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് കുറച്ച് നേരം അവിടെ നിർത്തിയിടും. ആ സമയത്തായിരിക്കും നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് കുറേ റിസോർട്ടൊക്കെ കാണാൻ പറ്റും. വേറെ കുറേ ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നല്ല മഴ ടൈമിലാണ് പോയത്. അത് കാരണം വെള്ളം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ ശ്രദ്ധിക്കാൻ അവർ തന്നെ പറയും കേട്ടോ. അവരാദ്യം നമുക്ക് എല്ലാം പറഞ്ഞു തരും. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്ത ഹൗസ് ബോട്ട് ഇതൊന്ന് കുറച്ചുകൂടെ നല്ല സർവീസ് ഉള്ളത് ബുക്ക് ചെയ്യാൻ തോന്നി. കാരണം ഫുഡൊന്നും അത്ര പോരായിരുന്നു. നമ്മുടെ ബോട്ടിൽ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് വരുന്ന ഒരു ഹൗസ് ബോട്ടായിരുന്നു. അപ്പം അവർക്ക് പറ്റിയ ഫുഡായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പച്ചരിച്ചോറ്, ഡാൽ, അങ്ങനത്തെ കറികളും ഒക്കെ ആയിട്ട്. പിന്നെ കരിമീൻ എല്ലാ ഹൗസ് ബോട്ടിലും ഉള്ള പോലെ നമ്മുടെ ഇതിലും ഉണ്ടായിരുന്നു. മീൻ മാത്രമായിരിക്കും കുറച്ച് ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. മേളിൽ കയറണം. ഇപ്പം നമ്മുടെ ബോട്ട് നീങ്ങുന്നില്ല. ഇനി ലഞ്ച് കഴിച്ച് തീരുന്ന വരെ അതവിടെ നിർത്തിയിട്ടേക്കും. നമുക്ക് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ലഞ്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച്. ഞാൻ പറഞ്ഞില്ല, കരിമീൻ ഫ്രൈ ആദ്യമേ തന്നെ എല്ലാവരും ടേബിളിൽ കൊണ്ട് വയ്ക്കും അവർ. പിന്നെ നമുക്ക് ബുഫെയാണ്, പോയി എടുക്കാം. ചോറ്, ചപ്പാത്തി, പിന്നെ പയറിൻ്റെ എന്തോ ഒരു കറി, അങ്ങനെ. പിന്നെ നമ്മൾ സ്നാക്സ് കഴിച്ച് വയറ് നിറഞ്ഞുകൊണ്ടായിരിക്കും അത്ര ഇതായിട്ട് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ താഴെ ഇറങ്ങി കേട്ടോ. താഴെ ഇറങ്ങിയിട്ട് ഇപ്പം നമ്മൾ കുറച്ചൊരു റൂമിൽ വന്നിരുന്നതാണ്. അപ്പം ഹൗസ് ബോട്ട് ഇപ്പം കുറച്ച് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബോട്ടുണ്ടാക്കി കുറച്ച് നേരം ടൈം പാസ് ആകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പത്രമൊക്കെ ഒപ്പിച്ചു. നമ്മൾ കുറച്ച് നേരം ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്
അപ്പോൾ വെള്ളം നിറഞ്ഞ് കിടക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ഇടുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഒഴുകി പോകുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കണ്ണൂർ സിനിമ പറഞ്ഞ് വഴക്കടിച്ചു കേട്ടോ. അപ്പം ഞാൻ സമ്മതിച്ചില്ല, ഞാൻ തന്നെയാണ് ഇട്ടത്. പിന്നെ നല്ല ഓളം ഉള്ളത് കാരണം പെട്ടെന്ന് മറിയുന്നുണ്ടായിരുന്നു. കാരണം ചിലതൊക്കെ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ഉണ്ടാക്കിയപ്പോഴേക്കും കുറേ നേരം ഇങ്ങനെ നിന്ന് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല വെള്ളത്തിൽ നല്ല ഒഴുക്കുള്ളത് കാരണം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തത്. അപ്പോൾ പേപ്പർ പിന്നെയും വേണമെന്ന് പറഞ്ഞ് കണ്ണൂസ് വഴക്കടിക്കുമായിരുന്നു. കാരണം ഉണ്ടാക്കി വലുതുണ്ടാക്കണം, ചെറുതുണ്ടാക്കണം. ചിലതൊക്കെ അടിയിലോട്ട് തന്നെ അങ്ങ് പോയി. നല്ല മഴക്കാറുണ്ടായിരുന്നു. പക്ഷെ അത്രയും ദിവസത്തെ മഴയ്ക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ദിവസം കുറച്ച് തെളിവുണ്ടായിരുന്നു. നല്ല മഴയാണ് നമ്മൾ പെട്ടുപോകാൻ കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ വൈകിട്ട് സ്നാക്സ് അവർ തന്നതാണ്, ഉള്ളി ബജ്ജിയും സോസും ഒക്കെ. അപ്പം അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലഞ്ചിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. നമ്മുടെ ടൈം കഴിയാറായി. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം മുൻവശത്ത് വന്നിരുന്ന് കാഴ്ചയൊക്കെ കാണാം. അപ്പം ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിരുന്ന ബാക്കി ഉള്ളവരൊക്കെ നൈറ്റും ബോട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ 5 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങി. പിന്നെ കാറ് നിർത്തിയിട്ടിരിക്കുന്നിടത്ത് നമ്മൾ വേറെ ഓട്ടോ പിടിച്ച് പോവാണ് കേട്ടോ. പിന്നെ അവിടുന്ന് കാർ എടുത്തിട്ട് വേണം പിന്നെ വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.